മാം, ഒരു വീട്ടിൽ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു റൂമിൻ്റെ പർപ്പസ് അനുസരിച്ച് വേണം ഓരോ റൂമിലും ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ. റൂമിൻ്റെ സൈസ്, ലേഔട്ട്, നാച്ചുറൽ ലൈറ്റ് സോഴ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റൈല്, അതനുസരിച്ച് വേണം ലൈറ്റിംഗ് സ്റ്റൈല് നമ്മൾ നോക്കുവാൻ. ഒരു റൂമിൻ്റെ സ്റ്റൈല് ഏതാണ് അത് നോക്കുക ആദ്യം തന്നെ. അതായത് മിനിമലിസ്റ്റ് ആണോ, ട്രഡീഷണൽ ആണോ, മോഡേൺ ആണോ, അത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ കളർ ടെമ്പറേച്ചർ, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, ഇങ്ങനെ കളർ ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓരോ റൂമിൻ്റെയും പർപ്പസ് സ്റ്റൈലും അനുസരിച്ച് വേണം ലൈറ്റ് സെലക്ട് ചെയ്യാൻ. പിന്നെ കോമ്പിനേഷൻ ഓഫ് ലൈറ്റ്, ലെയേഴ്സ്, ലൈറ്റ് ലെയറായിട്ടും അതുപോലെ തന്നെ ആംഗിളിലും നമ്മൾ പ്ലേസ് ചെയ്താൽ വിഷ്വലി ഒരു നല്ല എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് എങ്ങനെ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ പോസിറ്റീവ് ആക്കുന്നത്? ടാസ്ക് ഓറിയൻറ്റഡ് പ്ലേസുകളിലാണ് നമ്മൾ സാധാരണ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. വൈറ്റ് ലൈറ്റ്, കൂൾ വൈറ്റ്, ഇതെല്ലാം ഒരു റൂമിനെ ബ്രൈറ്ററും സ്പേഷ്യസുമായി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ടാണ് ഈ വൈറ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വാം ലൈറ്റ് ഒരു ലക്ഷറി ഫീല് അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സോഫ്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, അതായത് ടേബിൾ ലാമ്പ്, സീലിംഗ് വാം ലൈറ്റ്, അതുപോലെ തന്നെ ഫ്ലോർ ലാമ്പ്, ഇതെല്ലാം ഒരു കാം ആൻഡ് റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രൈറ്റർ ലൈറ്റുകൾ യൂസ് ചെയ്താൽ ഒത്തിരി, അതായത് ലൈറ്റാണ് ഒരു റൂമിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അൺപ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്.